ഹല്ലേലൂയ. ക്രിസ്തുവിൽ ഒരിക്കൽ കൂടെ ഏവർക്കും സ്നേഹ വന്ദനം. യെശയ്യാ പ്രവചനം 50-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, എന്നെ നീതീകരിക്കുന്നവൻ സമീപത്തുണ്ട്, എന്നോട് വാദിക്കുന്നവൻ ആർ. അതെ, ഇവിടെ യഹോവയായ ദൈവത്തിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ സാന്നിധ്യത്തെ കുറിച്ചാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതെ, അതുകൊണ്ട് ഒരു ഭക്തന് എപ്പോഴും അവന് കർത്താവിൽ വലിയ പ്രത്യാശയോടുകൂടെ അവന്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ടാണ് കഴിയുന്നത്. മോശയോട് കർത്താവ് പറയുമ്പോൾ, എന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ പോരും എന്നാണ് പുറപ്പാട് പുസ്തകം 33:14 പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ സാന്നിധ്യത്തിന്റെ ആ ശക്തിയെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും 16-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ പാടിയിരിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതേപോലെ അവിടുത്തെ സാന്നിധ്യത്തിന്റെ സംരക്ഷണത്തെ കുറിച്ചാണ് 31-ാം സങ്കീർത്തനത്തിന്റെ 20-ലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. വീണ്ടും ആ ദിവ്യ സാന്നിധ്യത്തിന്റെ ശക്തിയും രക്ഷയും നമുക്ക് യെശയ്യാ പ്രവചനം 63:9 കാണാവുന്നതാണ്. അതേപോലെ ആ ദിവ്യ സാന്നിധ്യത്തിന്റെ ശക്തിയും ആശ്വാസത്തെയും കുറിച്ച് അപ്പസ്തോല പ്രവൃത്തികൾ 3:19 നമുക്ക് കാണാവുന്ന ചില സത്യങ്ങളാണ്. തോമസ് വാട്സൺ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുമ്പോൾ, ഒരാൾ ഒരു സമുദ്രത്തിലേക്ക് വരുമ്പോൾ അവന്റെ വാട്ടർ ബോട്ടിൽ വേണമെന്ന് അവൻ പരാതിപ്പെടുന്ന അനുഭവം ഉണ്ടായിരിക്കത്തില്ല. നിങ്ങൾ മഹാസമുദ്രത്തിന്റെ അടുക്കലേക്ക് അഥവാ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരുമ്പോൾ നിങ്ങളുടെ വാട്ടർ ബോട്ടിൽ പുറകില് ഉപേക്ഷിച്ചു കളയുന്നു എന്ന് പരാതി പറയുകയില്ല എന്നാണ് അദ്ദേഹത്തിന് പറയുവാനായിട്ടുള്ളത്. അഥവാ ദുഃഖജനകമായ മറ്റൊന്നും ഉണ്ടാകുകയില്ല, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് കടക്ക എന്ന ശൈലിയിലാണ് ആ സന്ദർഭത്തിൽ നമുക്ക് അറിയപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഇവിടെ നമുക്കുള്ള സന്തോഷം സ്വർഗത്തിൽ നിന്ന് വരുന്നതാണ്. അത് ക്രിസ്തുവിനോട് കൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന സന്തോഷം അത് അളവില്ലാത്തതും മായമില്ലാത്തതുമാകുന്നു എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതെ പ്രിയമുള്ളവരെ, ഇവിടെയുള്ള എല്ലാ സാന്നിധ്യങ്ങളും ചിലപ്പോൾ നമ്മളിൽ നിന്ന് അറ്റുപോകും. നമ്മെ സഹായിക്കുന്ന ഹസ്തങ്ങൾക്ക് എന്നും നമ്മെ സഹായിപ്പാനായിട്ട് കഴിഞ്ഞെന്ന് വരത്തില്ല. അമ്മയുടെ സ്നേഹം, അപ്പന്റെ സ്നേഹം, മക്കളുടെ സ്നേഹം, ഭർത്താവിന്റെ സാന്നിധ്യം, ഭാര്യയുടെ സാന്നിധ്യം, ഇതെല്ലാം മാറിപ്പോകുന്നതാണ്. എന്നാൽ മാറ്റമില്ലാത്തവനായ ഒരു കർത്താവ്, ഞാൻ നിങ്ങളോട് കൂടെ എല്ലാ നാളും ഉണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ ഒരു നാളും തള്ളിക്കളകയില്ല, ഞാൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞവനായ കർത്താവ് നമ്മോടുകൂടെ എല്ലാ നാളുമുണ്ട്. രോഗക്കിടക്കയിലുണ്ട്, ജീവിതത്തിന്റെ സുഖദുഃഖങ്ങൾ സമ്മിശ്രമായ ഏതവസ്ഥയിലും ആ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ട്. ആയതിനാൽ വിശ്വാസത്തോടെ നമുക്ക് ആ കരങ്ങളെ പിടിച്ചുകൊണ്ട് നമ്മുടെ യാത്ര മുൻപോട്ട് കൊണ്ടുപോകാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കാൽവറി ക്രൂശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത മഹൽ സ്നേഹമേ, കാൽവറി ക്രൂശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത മഹൽ സ്നേഹമേ, പൊന്നുമാറോടണച്ചിടും സ്നേഹമേ, എന്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ, പൊന്നുമാറോടണച്ചിടും സ്നേഹമേ, എന്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ.
പരിമളക്കുന്നിലേ എന്റെ പ്രിയനുമായുള്ള വാസമേ പ്രേമ പരിമളക്കുന്നിലേ എന്റെ പ്രിയനുമായുള്ള വാസമേ ഞാൻ ഓർത്തിടും തോറുമെൻ മാനസം തുള്ളിയിടുന്നേ അതിമോദമാ ഞാൻ ഓർത്തിടും തോറുമെൻ മാനസം തുള്ളിയിടുന്നേ അതിമോദമാ കാൽവരി ക്രൂശിലെ സ്നേഹമേ